വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 22-ാം സങ്കീർത്തനത്തിൽ ദാവീദിന് ദൈവം ഉപേക്ഷിച്ചതുപോലുള്ള അനുഭവം തന്റെ പ്രാർത്ഥനയിലൂടെ വ്യക്തമാക്കുന്നു. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? സങ്കീർത്തനം 22-ാം അധ്യായം 1-ാം തിരുവചനം. ഏലി ഏലി ലെമാ സബക്താനി എന്ന് യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഉരുവിട്ടതായി വിശുദ്ധ മത്തായി ശ്ലീഹ 27-ാം അധ്യായത്തിൽ 46-ാം തിരുവചനത്തിൽ വിവരിക്കുന്നത് ഇതേ സങ്കീർത്തന ഭാഗമാണ്. ദാവീദിന് ദൈവത്തിന്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നില്ല. ഭാവിയിൽ ദൈവം രക്ഷ നൽകും, ജാതികൾ അവനെ ആരാധിക്കുമെന്ന് അവന് ഉറപ്പുണ്ട്. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ, അങ്ങനെ ആശ്രയിച്ച എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കരുതേ എന്ന് സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ ഇടയനാണ്, തനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ദാവീദിനെയാണ് സങ്കീർത്തനം 23-ാം അധ്യായത്തിൽ കാണുന്നത്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. സങ്കീർത്തനം 23-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു എന്ന് ദാവീദ് ഉദ്ഘോഷിക്കുന്നതാണ് 24-ാം സങ്കീർത്തനം. ഭൂമിയും അതിലെ എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ വിശുദ്ധതയും നിഷ്കളങ്കതയും ആവശ്യമാണ് എന്ന് 3-4 തിരുവചനങ്ങളിൽ വിവരിക്കുന്നു. കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. ഓശാന ഞായറാഴ്ചകളിൽ നാം ഉരുവിടുന്ന സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനം 24-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടെ നിന്നാണ് മഹത്വത്തിന്റെ രാജാവ്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.